ഹായ് എവരി വൺ, ഡിമെൻഷ്യ ബിയോണ്ട് ഫോർഗെറ്റിംഗ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അൽഫോൺസ ജോർജ്. ഞാനൊരു ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഡിമെൻഷ്യ ഉള്ളവരുമായി എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് എന്നതിനെ പറ്റിയാണ്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും അതിനെപ്പറ്റി തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. ഇന്നും അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അവരുമായിട്ട് ഒരു നല്ല ഇൻട്രാക്ഷൻ നടത്താനായിട്ട് അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു 10 അബ്സല്യൂട്ട്സിനെ പറ്റിയാണ്. ഇല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഒരു 10 പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ 10 ഗൈഡ് ലൈൻസ്, അവരുമായിട്ട് ഹെൽത്തി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 10 പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിൽ ഇന്നത്തെ വീഡിയോയിൽ അതിലൊരു 3 എണ്ണത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. അതിൽ ആദ്യത്തെ അബ്സല്യൂട്ട്സ് എന്ന് പറയുന്നത് നെവർ ആർഗ്യൂ, ഇൻസ്റ്റീഡ് എഗ്രി എന്നാണ് പറയുന്നത്. അവരുമായിട്ട് ഒരിക്കലും ആർഗ്യൂ ചെയ്യരുത്, അതിന് പകരം അവരോട് എഗ്രി ചെയ്യണം എന്നാണ് ഒന്നാമത്തെ അബ്സല്യൂട്ട്. നമുക്ക് അറിയാം, അവർക്ക് ഡിമെൻഷ്യ എന്ന അവസ്ഥ വന്നു കഴിയുമ്പോൾ അവരുടെ പല കോഗ്നിറ്റീവ് സ്കിൽസിനും ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഇമ്പയർമെന്റ് സംഭവിക്കും. അപ്പോൾ അവർക്ക് ഒരു എന്താ പറയുക, തിങ്ക് ചെയ്യാനുള്ള കഴിവുണ്ടാകില്ല. അതുപോലെ തന്നെ അവരുടെ പെർസെപ്ഷൻസിൽ വ്യത്യാസം ഉണ്ടാകും, അവർ കാണുന്ന കാഴ്ചകളിൽ വ്യത്യാസം ഉണ്ടാകും, അതായത് അവർ കേൾക്കുന്ന ശബ്ദങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. അതിന്റെ എല്ലാ ഒരു പ്രോസസ്സിങ്ങിലൊക്കെ ഒരു ഇമ്പയർമെന്റ് ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ അവർ വിചാരിക്കുന്നത് അവർ കാണുന്നതാണ് സത്യം, അവർ കേൾക്കുന്നതാണ് സത്യം, അവരുടെ ചിന്തകളാണ് സത്യം, മറ്റതൊന്നും സത്യമല്ലെന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് അവരെ നമ്മുടെ റിയാലിറ്റി പറയാം, നമ്മുടെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് അവരോട് സംസാരിക്കാം. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമുക്ക് അവരുടെ റിയാലിറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ എഗ്രി ചെയ്തുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ രണ്ടാമത്തെ രീതിയാണ് കറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ആദ്യത്തെ നമ്മുടെ റിയാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള റിയാലിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് ഒരിക്കലും നടക്കില്ല. അത് കാരണം അവർക്ക് അങ്ങനെയുള്ള എബിലിറ്റീസിനെല്ലാം ഡിസോർഡേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഡിമെൻഷ്യ ഉള്ള ഒരു വ്യക്തി പറയുകയാണ്, ആകാശത്തോട്ട് നോക്കിയിട്ട് പറയും, ആകാശത്തിന് നല്ല ചുവപ്പ് നിറമാണല്ലോ എന്ന്. അപ്പം സാധാരണയായിട്ട് കേൾക്കുന്ന ഒരു നോർമലായിട്ടുള്ള ഒരാൾ എന്ത് പറയും, ആകാശത്തിന് ചുവപ്പ് നിറവോ, ആകാശത്തിന് നീല നിറമല്ലേ സാധാരണ ഉള്ളത്, പിന്നെ ഇടയ്ക്ക് ചുവപ്പ് ഇങ്ങനെ കാണാറുണ്ട്, അത് പല കാലാവസ്ഥയുടെ ഇതൊക്കെ അനുസരിച്ച്, പക്ഷെ നോർമലായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മൾ പറയും അതല്ല നീല നിറമാണല്ലോ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അവർ ഒരിക്കലും അതിനെ എഗ്രി ചെയ്തില്ല. പിന്നെ അവർ ഭയങ്കര ദേഷ്യപ്പെടുകയും അപ്സെറ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പം നമ്മൾ ശരിയായുള്ള ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്, ശരിയാണ്, ആകാശം ഇന്ന് ചുമന്ന് ഇരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും, നല്ല രസമുണ്ടല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ പറയുന്നത് നമ്മൾ എഗ്രി ചെയ്ത് സംസാരിക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, ഒരു തെറാപ്യൂട്ടിക് ലൈസിനെ പറ്റി പറയുമ്പോൾ ഒരു ഗോയിങ് എലോങ്, അവരുടെ കൂടെ ചേർന്നുകൊണ്ട് അവർ പറയുന്ന കാര്യത്തെ എഗ്രി ചെയ്തുകൊണ്ട് സംസാരിക്കുക. പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചിലർ പറയും, അവർ വിചാരിക്കും അവർ സ്കൂളിലാണ്, അപ്പോൾ അവർ പറയും ഇന്ന് വൈകിട്ട് എൻ്റെ അമ്മയാണ് എന്നെ വിളിക്കാൻ വരുന്നതെന്ന് പറയും. ഒരു പക്ഷേ ആ വ്യക്തിക്ക് ഒരു 90 years ഒക്കെ കാണും. അപ്പോഴും കേൾക്കുന്നവർ വിചാരിക്കും ഇവരെന്താ പറയുന്നത്, അമ്മയൊക്കെ മരിച്ചിട്ട് എത്രയോ വർഷമായി, ഈ വ്യക്തിക്ക് തന്നെ 90 years ഉണ്ട്, പിന്നെ എങ്ങനെയാണ് ഈ വ്യക്തിയുടെ അമ്മ വിളിക്കാൻ വരുന്നത്? അപ്പൊ നമ്മൾ അവരോട് അല്ല നിങ്ങളുടെ അമ്മ മരിച്ചുപോയി അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ ആ ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് അവരാദ്യമായിട്ടായിരിക്കും അങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുന്നത്. അത് അവരെ ഒത്തിരി അപ്സെറ്റ് ആക്കും, ഒത്തിരി വിഷമിപ്പിക്കും, അവർക്ക് ഒത്തിരി ദേഷ്യം വരും, സങ്കടം വരും, അവരുടെ മൂഡെല്ലാം തന്നെ ചേഞ്ച് ചെയ്യും. അപ്പം അങ്ങനെ അവർ പറയുന്നത് എൻ്റെ അമ്മയാണ് വിളിക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിയാലിറ്റിയിൽ അവരുടെ അമ്മ മരിച്ചുപോയെന്ന്. പക്ഷെ നമുക്ക് പറയാം, ശരിയാ, ഇന്ന് അമ്മയായിട്ട് വിളിക്കാൻ വരുന്നേ, പിന്നെ അമ്മയുടെ പേരെന്താ, പിന്നെ അമ്മ എങ്ങനെയാ എന്നൊക്കെ ചോദിച്ച് അമ്മയെ പറ്റി ഓരോന്നൊക്കെ ചോദിക്കുക, എന്നാൽ നമുക്ക് ഈ ഫോട്ടോ ആയിട്ട് ഒന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ് അമ്മയായിട്ടുള്ള പിക്ചറൊക്കെ ഇരുന്ന് കാണുക. ഇല്ലെങ്കിൽ അത് കഴിയുമ്പോൾ നമുക്ക് ഈ മ്യൂസിക് ഒന്ന് കേൾക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് ഡൈവേർട്ട് ചെയ്യണം. ആദ്യം അവർ പറയുന്നതിനെ നമ്മൾ അംഗീകരിക്കണം. ഒരിക്കലും അമ്മ മരിച്ചുപോയി എന്ന് പറയരുത്, അമ്മയെ പറ്റി അവരോട് സംസാരിക്കണം. അങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ചിലർ പറയും പിന്നെ ഇതെന്റെ വീടല്ല, എനിക്കിന്ന് വൈകിട്ട് വീട്ടിൽ പോകണം, എനിക്ക് പെട്ടെന്ന് പോകണം, ഇതെന്റെ വീടല്ല. അങ്ങനെ പറയുന്നവരോട് നമ്മൾ പറയേണ്ടത്, ശരിയാണ്, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണേ, നമുക്കിപ്പോൾ പോകാം, എന്നിട്ട് ചോദിക്കണം നിന്റെ വീട് എവിടെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അങ്ങനെ വീടിനെ പറ്റി അവരോട് സംസാരിക്കണം. ഒരിക്കലും ഇല്ല ഇതാണ് നിന്റെ വീട്, ഇപ്പോഴത്തെ നിന്റെ വീട് ഇതാണ്, നിന്റെ പഴയ വീടൊന്നും അവിടെ ഇല്ല, അല്ലെങ്കിൽ ഇവിടെ തന്നെ ആയിരുന്നു നേരത്തെയും താമസിച്ചിരുന്നത്, അങ്ങനെയൊന്നും പറയരുത്. എപ്പോഴും അവര് പറയുന്ന കാര്യങ്ങളെ നമ്മൾ എഗ്രി ചെയ്യണം, ഒരിക്കലും അവരോട് ആർഗ്യൂ ചെയ്യരുത്.
പിന്നെ രണ്ടാമത്തെ അബ്സല്യൂട്ട് എന്ന് പറയുന്നത് നെവർ റീസൺ ഇൻസ്റ്റീഡ് ഡൈവേർട്ട്. അതായത് എന്ത് പ്രവർത്തിക്കും നമ്മൾ റീസൺ പറഞ്ഞ് അവരെ തിരുത്താൻ നോക്കരുത്. അതൊരിക്കലും നടക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ ആ റീസണിങ് എന്നൊക്കെയുള്ള ആ കോഗ്നിറ്റീവ് സ്കില്ലിനെല്ലാം അവർക്ക് ഒരു ഇമ്പയർമെന്റ് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അവർക്ക് ഒന്നിനെയും കാരണമോ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാകില്ല. ഇപ്പോഴൊരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു 80 years ഉള്ള ഒരു അമ്മ പറയുകയാണ്, പിന്നെ എനിക്കിന്ന് നേരത്തെ കിടക്കണം, നാളെ രാവിലെ എനിക്ക് സ്കൂളിൽ പോകണം, സ്കൂൾ ബസ് വരും. അപ്പോഴും നമ്മൾ റീസൺ പറയുക, അയ്യോ അമ്മയ്ക്ക് ഇപ്പം എത്ര വയസ്സുണ്ട്, 80 വയസ്സില്ലേ, അമ്മയ്ക്ക് എങ്ങനെയാ സ്കൂളിൽ പോകാൻ പറ്റുന്നത്, അമ്മ ഒന്ന് ചിന്തിച്ച് നോക്കേ, കുഞ്ഞു പിള്ളേരല്ലേ സ്കൂളിലൊക്കെ പോതെ, അമ്മയെ സ്കൂളിൽ പോയി ആരെങ്കിലും എടുക്കുവോ? നമ്മൾ ആ ഒരു റീസൺ ഒക്കെ അമ്മയോട് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. അമ്മയ്ക്ക് ഒരിക്കലും അത് അമ്മയ്ക്ക് മനസ്സിലാകില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അമ്മയോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ശരിയാണ്, നമുക്ക് നാളെ സ്കൂൾ ബസ് വരുമ്പോൾ നമുക്ക് നേരത്തെ ഒരുങ്ങി പോകാം. എന്നിട്ട് ചോദിക്കണം, അമ്മ ഏത് സ്കൂളിലാണ് പഠിച്ചേ, അമ്മയുടെ കൂടെ പഠിച്ചവരാരൊക്കെയാണ്, അപ്പം അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ടീച്ചേഴ്സിന്റെ പേരെന്താ, അങ്ങനെ ചുമ്മാ സ്കൂളിനെ പറ്റിയൊക്കെ ചോദിച്ചവരെ ഡൈവേർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ അവരുടെ ഏതെങ്കിലും പഴയ ഫ്രണ്ട്സിന്റെയൊക്കെ പിക്ചേഴ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്കൂളിന്റെയൊക്കെ പിക്ചേഴ്സ് ഉണ്ടെങ്കിലോ അതൊക്കെ കാണിച്ച് അവരോട് സംസാരിച്ച് അവരെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം. അത് ഒരിക്കലും അവർ പറയുന്ന ഒരു കാര്യം തെറ്റാണെങ്കിലും അതിന്റെ റീസൺ പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതിന് പകരം നമ്മൾ ഡൈവേർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം പിന്നെ അതുപോലെ തന്നെ അവര് പിന്നെ ഒരു സ്ഥലത്തോട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ്. കോട്ടയത്ത് താമസിക്കുന്ന ഒരാളാണ്. അവരൊരു പക്ഷേ പണ്ട് തിരുവനന്തപുരത്ത് വല്ലതുമായിരിക്കാം ജോലി ചെയ്തത്. അപ്പോഴും അവർ പറയും, ഞാൻ നടന്ന് തിരുവനന്തപുരത്ത് പോകാൻ പോവുകയാണ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇവിടുന്ന് നടന്ന് അങ്ങനെ പോകാൻ പറ്റില്ല. പക്ഷേ ഇവിടുന്ന് എങ്ങനെയാ നടന്ന് തിരുവനന്തപുരം വരെ പോകുന്നത്? നമ്മൾ കാറിലൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ, അതോ ഈ ഡ്രസ്സിലാണോ പോകുന്നത്? അപ്പം അങ്ങനെയുള്ള റീസൺ ഒന്നും നമ്മൾ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് ഒരിക്കലും മനസ്സിലാകില്ല. അപ്പൊ അതിന് പകരം അമ്മ ഇങ്ങനെ ഞാൻ പോവാ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഇരിക്കുമ്പോൾ അമ്മ പറയും, ഞാൻ തിരുവനന്തപുരത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞാൽ പറയണം, ഓക്കെ, അമ്മ നടന്നാണല്ലേ പോകുന്നത്, സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം, ഞാനും കൂടെ വരട്ടെ, ഞാൻ എന്റെ ഡ്രസ്സ് ഒന്നും മാറ്റിയില്ല, ഡ്രസ്സ് ഒന്ന് മാറട്ടെ, എന്നിട്ട് ഞാനും കൂടെ വരാം, എനിക്കും അവിടം വരെ വരണം, അമ്മ അതുവരെ ഇവിടെ വന്നൊന്ന് ഇരിക്കാമോ എന്ന് ചോദിച്ച് തിരിച്ച് നമുക്ക് വീടിന്റെ അകത്ത് കൊണ്ടിരുത്തിയിട്ട് എന്നാ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് പഴയ ജോലി സ്ഥലത്തേക്ക് പറ്റി ചോദിച്ച് അല്ലെങ്കിൽ മ്യൂസിക് ഒക്കെ ഇട്ട് അവരെ ആ ഒരു സാഹചര്യം നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരിക്കലും കയറി വാ അമ്മയ്ക്ക് ഇപ്പൊ ഒന്നും പോകാനൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണോ പോകുന്നത്, ഇത്രയും ദൂരം ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ കൂടുതൽ അജിറ്റേറ്റഡ് ആക്കുകയുള്ളൂ. പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരു അബ്സല്യൂട്ട് ആണ് നെവർ ഷെയിം ഇൻസ്റ്റീഡ് റിയഷോർ. അതായത് അവർ കാണിക്കുന്ന ഒരു പ്രവൃത്തിയെ പറ്റി അവരെ കളിയാക്കുകയോ അതുപോലെ തന്നെ അവർ കാണിക്കുന്ന ഒരു പ്രവൃത്തിയെ പറ്റി നമുക്ക് തന്നെ ഒരു ഷെയിം തോന്നുകയോ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടാകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരിക്കലും ഒരു അറിവോട് കൂടിയല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ആർക്കെങ്കിലും കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ അവരതിന്റെ അടുത്തിരിക്കുകയാണെങ്കിൽ അവർക്ക് ദാഹിക്കുമ്പോൾ അവരുടെ മുന്നിൽ എനിക്ക് ദാഹിക്കുന്നു, അവിടെ വെള്ളമുണ്ട്, വെള്ളം കുടിക്കണം എന്ന ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യമേ അവരുടെ ബ്രെയിനിൽ വരികയുള്ളൂ. അല്ലാതെ അത് അവിടെ ഇരിക്കുന്ന ഗസ്റ്റിന് കൊണ്ടുവച്ച വെള്ളമാണ്, അല്ലെങ്കിൽ ഇത് മറ്റൊരാളുടെ ആഹാരമാണ്, വെള്ളമാണ്, അത് എടുക്കരുത്, അങ്ങനെയുള്ള ചിന്തകളും ബോധങ്ങളൊന്നും അവർക്കൊരിക്കലും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം, നമ്മളിങ്ങനെ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഒരു മറ്റൊരാളുടെ വെള്ളമോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അവരത് കുടിച്ചോട്ടെ, അവരെ തടയുകയോ അല്ലെങ്കിൽ ഇതെന്തോ ഈ കാണിക്കുന്നത്, നാണക്കേടല്ലേ, മറ്റുള്ളവരുടെ സാധനത്തിലാണോ കൈയിടുന്നത്, അങ്ങനെയൊന്നും ഒരിക്കലും അവരെ സംസാരിക്കരുത്. അപ്പോൾ അവിടെ വേറൊരു സീനുണ്ട്, അവരൊക്കെ അജിറ്റേറ്റഡ് ആവുകയും സാഡ് ആവുകയും അപ്സെറ്റ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊരു വേറൊരു സീനായി മാറും. അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നത് ചെയ്തോട്ടെ. നമ്മൾ പറ്റുമെങ്കിൽ വേറൊരു വാട്ടർ ഓർഡർ ചെയ്യുകയോ അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുകയോ, ഒരു പക്ഷേ നമ്മുടെ കൂടെ തന്നെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ അവസ്ഥ എന്താണെന്ന്. അപ്പം മനസ്സിലാവാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരാളാണെങ്കിൽ പുള്ളിയോട് ഞാനിപ്പം വരാം, അമ്മ ഒന്ന് സെറ്റിൽ ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ വെള്ളമൊക്കെ കുടിച്ചു കഴിയുമ്പോൾ അമ്മ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒന്ന് റീഅഷ്യൂറൊക്കെ ചെയ്ത് ഇരുത്തി കഴിഞ്ഞിട്ട് ആ വ്യക്തിയോട് ഇരുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് പോരാം. അല്ലാതെ ഒരിക്കലും അമ്മ അങ്ങനെ ചെയ്തതിനെ ഓർത്ത് നമ്മളും അങ്ങോട്ട് അപ്സെറ്റ് ആവുകയോ അല്ലെങ്കിൽ ഷെയിം ആവുകയോ ഇല്ലെങ്കിൽ പിന്നെ അമ്മയെ വഴക്ക് പറയോ അല്ലെ അങ്ങനത്തെ ഒരു സീനൊന്നും ഉണ്ടാക്കരുത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ കാമായിട്ട് ഇടപെടണം. അതുപോലെ തന്നെ അവരറിയാതെ അവരുടെ ഡ്രസ്സിലൊക്കെ ടീ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്പില്ല് ചെയ്താലും ഉടനെ അവർ വഴക്ക് പറയാൻ പോവുക, അമ്മ ശ്രദ്ധിക്കാതെ കുടിച്ചിട്ടല്ലേ, അമ്മയ്ക്ക് സൂക്ഷിച്ച് കുടിച്ചുകൂടി, എന്തിനാ ഡ്രസ്സിലെല്ലാം ഇങ്ങനെ അഴുക്കാക്കുന്നത്, അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. പറഞ്ഞാലും അവർ വിഷമിക്കുമെന്നല്ലാതെ അവർക്ക് ഇനി അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ഒരു ബോധമൊന്നും അവർക്ക് ഉണ്ടാകില്ല. അവർക്ക് അതൊന്നും മനസ്സിലാവുകയില്ല. പക്ഷെ അവർക്ക് ഫീലിങ്സ് ഉണ്ടാവും, അവർക്ക് ഒത്തിരി വിഷമം വരും, അവരെ ഒത്തിരി അപ്സെറ്റ് ആവും. ഫീലിങ്സ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകും.
അപ്പോഴങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വേണമോ അമ്മ ടീ പോയി അല്ലേ, ഇന്നലെ എനിക്കും പറ്റിയായിരുന്നു ഇങ്ങനെ, അവസാനമില്ല കേട്ടോ. ആദ്യം നമ്മൾ അവരുടെ ഫീലിംഗ് എന്താണോ, ആ ചായ വീഴുമ്പോൾ അമ്മ പെട്ടെന്ന് വിഷമം വരികയോ അല്ലെങ്കിൽ അമ്മയ്ക്ക് പെട്ടെന്നൊരു സങ്കടം തോന്നുകയൊക്കെ ചെയ്താൽ നമ്മൾ ആദ്യം അവരുടെ ഫീലിങ്സ് എന്താണോ അതിനെ നമ്മൾ അക്നോളജ് ചെയ്യണം. അയ്യോ അമ്മയ്ക്ക് ചൂട് വീണോ ദേഹത്ത്, ഇല്ലെങ്കിൽ പേടിച്ചു പോയോ, അല്ലെങ്കിൽ വിഷമമായോ, അതൊന്നും സാരമില്ല കേട്ടോ, ഇന്നലെ ഞാനും ടീ സ്പില്ല് ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് ചിരിക്കുമ്പം അവർ നോർമലിലേക്ക് വരും. ഇല്ലെങ്കിൽ നമ്മുടെ ഫേസൊക്കെ മാറി നമ്മളും ഒരു എന്താ പറയുക ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിലേക്ക് മാറുമ്പോൾ അതൊക്കെ അവർക്കും ഒത്തിരി മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ 3 അബ്സല്യൂട്ട്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇനിയുമുള്ള അബ്സല്യൂട്ട്സിനെ പറ്റി ഇനിയുള്ള വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഓൾവേസ് എഗ്രി, നെവർ ആർഗ്യൂ, അതുപോലെ തന്നെ നെവർ റീസൺ, ഓൾവേസ് ഡൈവേർട്ട്, നെവർ ഷെയിം, ഓൾവേസ് റിയഷർ. അപ്പം ഇങ്ങനത്തെ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോഴും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും രീതിയിൽ അമ്മമാരുടെ ഓരോ പെരുമാറ്റവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രോഗികളുടെ പെരുമാറ്റവും വർത്തമാനത്തിലും ഒക്കെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഓരോ സാഹചര്യത്തിലും എങ്ങനെയാണ് അവരെ അജിറ്റേറ്റഡ് ആവാതെ, അവരെ സ്ട്രെസ് ആക്കാതെ ഒരു സീൻ നമ്മൾ ഒത്തിരി എന്താ പറയാ, ആ സീൻ ഒത്തിരി വഷളാക്കാതെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ്. ഞാൻ എൻ്റെ അറിവിനനുസരിച്ച് എങ്ങനെയാണ് അവരോട് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.